ദിവ്യഹൃദയനാഥൻ്റെ വണക്കമാസത്തിലെ 22-ാം ദിനം. കർത്താവായ ദൈവമേ, ഈ നല്ല ദിനവും കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അങ്ങേക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഒരിക്കൽ ദിവ്യനാഥൻ മാർഗരിത്തയ്ക്ക് ദൃശ്യനായി. അവിടുത്തെ ദിവ്യഹൃദയ രൂപം പരസ്യമായി സ്ഥാപിക്കുന്നതിനും ഇപ്രകാരം ചെയ്യുവാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനും ആവശ്യപ്പെടുകയുണ്ടായി. ഈ ഛായാപടം വയ്ക്കുന്ന ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഈശോയുടെ ആശീർവാദവും അനുഗ്രഹവും ധാരാളമായി ഉണ്ടാകുമെന്നും ഈ ദിവ്യഹൃദയത്തിൻ്റെ വണക്കം അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്നും പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ ദിവ്യഹൃദയത്തിൻ്റെ രൂപം നമ്മുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ നമുക്കതിനെ ഏറ്റുവാങ്ങി വണങ്ങുക, മറ്റുള്ളവരെയും ഇതിലേക്ക് ആകർഷിക്കുന്നതിനും കഴിവതും നമുക്ക് പ്രയത്നിക്കാം. സകല ഹൃദയങ്ങളുടെ നിക്ഷേപവും സകല നന്മയുമായ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, സകല സ്വർഗവാസികളുടെയും ദീർഘദർശികളുടെയും ശരണവും ശ്ലീഹന്മാരുടെ ബലവും വേദപാരംഗതന്മാരുടെ പ്രകാശവും കന്യകകളുടെ സംരക്ഷണവും യുവാക്കളുടെ നേതാവും സമസ്ത ജനത്തിൻ്റെയും രക്ഷിതാവുമായ ഈശോയെ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ തിരുസന്നിധിയിൽ അടുക്കുമ്പോഴും അങ്ങേ പ്രതിമയെ കാണുമ്പോഴും അങ്ങേ സർവശക്തിയെയും മഹിമയെയും ഓർത്തു ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. സകല സൽഗുണങ്ങളും ദൈവത്തിൻ്റെ അനന്ത നന്മയും നിറഞ്ഞിരിക്കുന്ന അങ്ങേ ദിവ്യഹൃദയത്തെ ആരാധിക്കാതിരിക്കുന്നത് ഏറ്റവും നന്ദിഹീനതയായിരിക്കുന്നു. ആരാധനയ്ക്ക് പാത്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും വ്യക്തമായി അറിയുന്നുവെന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്നെ മുഴുവനായും അങ്ങ് തന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. കർത്താവേ, സകല ജനങ്ങളും അങ്ങേ അറിയാനും സ്നേഹിക്കാനും ആരാധിപ്പാനും ഇടവരുത്തണമേ. പ്രാർത്ഥന. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളേണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാം. സ്നേഹയോഗ്യമല്ലാത്തതിനെയും സ്നേഹിക്കുന്നതാണ് ക്രിസ്തീയ സ്നേഹമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം ഉപവിയാണ്. ദൈവത്തിൽ ജീവിക്കുന്നില്ലെങ്കിൽ അത് അഭ്യസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള അസാധ്യമായ ഒരു സ്നേഹമാണെന്ന് നമുക്ക് ഉടൻ മനസ്സിലാവുന്നു. ആദർശത്തിൻ്റെയും വലിയ വാത്സല്യത്തിൻ്റെയോ പേരിൽ നമുക്കും ഉദാരമനസ്കരാകാം. എന്നാൽ ദൈവസ്നേഹം ഈ മാനദണ്ഡങ്ങളെ ഉല്ലംഘിക്കുന്നു. ക്രിസ്തീയ സ്നേഹം സ്നേഹയോഗ്യമല്ലാത്തതിനെ ആശ്ലേഷിക്കുന്നു, മാപ്പ് നൽകുന്നു. പൊറുക്കുക എന്നത് എത്ര ആയാസകരമാണ്. ക്ഷമിക്കുന്നതിന് എത്രമാത്രം സ്നേഹം വേണം. ശപിക്കുന്നവരെ ക്രിസ്തീയ സ്നേഹം അനുഗ്രഹിക്കുന്നു. ക്രിസ്തീയ സ്നേഹം ഏതാണ്ട് അസാധ്യമാണെന്ന് തോന്നലുളവാക്കത്തക്ക വിധം തീവ്രമാണ്. പ്രിയമുള്ളവരെ, ഹൃദയം തുറന്ന് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് സ്നേഹിക്കാം. സ്നേഹത്തിനായി ദാഹിക്കുന്നവരെ കൂടുതൽ കൂടുതൽ നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ സ്നേഹം അവരിലേക്ക് പകർന്നു നൽകാം. എല്ലാവരെയും കർത്താവായ ഈശോ മിശിഹ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.